മണിപ്പൂരിൽ നിന്നും സംഘർഷം തുടരുകയാണ്. മൊറേയിൽ പോലീസ് കമാൻഡോകൾ സഞ്ചരിച്ച വാഹനം ആക്രമിച്ചു. 5 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ഇന്നലെ അജ്ഞാതരുടെ വെടിവയ്പിൽ 4 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ 5 ജില്ലകളിൽ ഏർപ്പെടുത്തിയ കർഫ്യൂ തുടരുകയാണ്. ജനങ്ങളോട് ശാന്തരാകാൻ മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ് അഭ്യർത്ഥിച്ചു. മണിപ്പൂരിലെ മൊറേയിലാണ് പോലീസ് കമാൻഡോകൾ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ആക്രമണമുണ്ടായത്. 5 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റെന്നാണ് റിപ്പോർട്ട്. വടക്ക് കിഴക്കൻ മേഖലയിൽ ഇന്നലെ 4 പേരാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ആക്രമണങ്ങളെ തുടർന്ന് തൗബോൽ, ഇംഫാൽ ഈസ്റ്റ്, ഇംഫാൽ വെസ്റ്റ്, കാക്ചിങ്, ബിഷ്ണുപൂർ എന്നിവിടങ്ങളിൽ കർഫ്യൂ ഏർപ്പെടുത്തി. ആരോഗ്യ സേവനങ്ങൾക്കൊഴികെ ജനങ്ങൾ പുറത്തിറങ്ങുന്നത് വിലക്കിയിട്ടുണ്ട്. ലിലോങ് മേഖലയിലെ ജനങ്ങളോട് ശാന്തരാകാൻ മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ് അഭ്യർത്ഥിച്ചു. ആക്രമണത്തിന് പിന്നിലുള്ളവരെ പോലീസ് തിരയുകയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കൊലപാതക ശേഷം അക്രമാസക്തരായ ആൾക്കൂട്ടം ആക്രമികൾ എത്തിയ 4 വാഹനങ്ങൾ തീയിട്ട് നശിപ്പിച്ചിരുന്നു. സൈനികരുടേതിന് സമാനമായ വേഷത്തിലാണ് അക്രമികൾ എത്തിയത്. യന്ത്രത്തോക്കുകൾ ഉപയോഗിച്ച് വെടിയുതിർക്കുകയും ചെയ്തു. പ്രതികൾക്കായി മേഖലയിൽ പോലീസ് തിരച്ചിൽ തുടരുകയാണ്. ഡിസംബർ 30-നും കാങ്പോക്പി ജില്ലയിൽ മെയ്തേ കുക്കി വിഭാഗക്കാർ ഏറ്റുമുട്ടി മെയ്തേ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. മൊറേ മേഖലയിലെ സംഘർഷത്തിൽ ഒരു പോലീസ് കമാൻഡോയ്ക്കും പരിക്കേറ്റിരുന്നു. മെയ്തേ വിഭാഗത്തെയും പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിന്റെ പ്രക്ഷോഭ ഭാഗമായി മെയ് 3-ന് നടത്തിയ ഐക്യദാർഢ്യ മാർച്ചിനെ തുടർന്നാണ് സംസ്ഥാനത്ത് സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. ഇതുവരെ 180 പേർ കൊല്ലപ്പെട്ടെന്നാണ് കണക്ക്. റിപ്പോർട്ടർ, നാഷണൽ ഡെസ്ക്.